പൊന്നാനി കണ്ടകുറുമ്പക്കാവ് ക്ഷേത്രത്തിൽ കഥാരാഘവീയം രാമായണ പ്രഭാഷണങ്ങൾക്ക് തുടക്കമായി. പൊന്നാനി കണ്ടകുറുമ്പക്കാവ് ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 14 വരെ നടക്കുന്ന കഥാരാഘവീയം ആരംഭിച്ചു. ആദ്യ ദിനത്തിൽ മോചിത മോക്ഷ രാമായണ പ്രഭാഷണം നടത്തി. ഭഗവതി കല്യാണ മണ്ഡപത്തിൽ നടന്ന പരിപാടിയിൽ മോഹനൻ ചാത്തമ്പത്ത് അധ്യക്ഷത വഹിച്ചു. വരും ദിവസങ്ങളിൽ മുരളി പുറനാട്ടുകര, അജിത് കൊളാടി, നിമിഷ ജബലീഷ്, നിത്യ പി വിശ്വം, മീരാറാം മോഹൻ, ക്രിസ് വേണുഗോപാൽ, ലക്ഷ്മി ശങ്കർ, ആലപ്പി രമണൻ, സമാപന ദിവസം ദിവ്യ എസ് അയ്യർ എന്നിവരും പ്രഭാഷണങ്ങൾ നടത്തും. രഞ്ജിത്ത് സ്വാഗതവും താര ടീച്ചർ നന്ദിയും പറഞ്ഞു. ഏറ്റവും നല്ല മനഃശാസ്ത്രങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു പുസ്തകം കൂടി, ഒരു ഗ്രന്ഥം കൂടിയാണ് രാമായണം. എത്ര മനോഹരമായിട്ട് ഓരോ മനഃശാസ്ത്രങ്ങളെയും പറയുന്നു. ഓരോരുത്തരുടെയും മനസ്സ് എങ്ങനെയായിരിക്കണം, ഓരോരുത്തരും എങ്ങനെയാണ് ഓരോ സന്ദർഭങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു സന്ദർഭത്തിൽ നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നൊക്കെ വ്യക്തമാക്കി പറഞ്ഞു തരുന്നു. പുരാണ ഇതിഹാസം എന്നുള്ളതിന്, അല്ലെങ്കിൽ ഇതിഹാസം എന്നുള്ളതിനും അപ്പുറത്ത് നമ്മൾ സ്വീകരിക്കേണ്ടത് അതിനെ എങ്ങനെയാണെന്നറിയാമോ? നമ്മളുടെ മനുഷ്യ മനസ്സിനെ വ്യക്തമായി പഠിച്ച ഒരു മനഃശാസ്ത്രജ്ഞൻ നമുക്ക് മുന്നിൽ ചില സന്ദർഭങ്ങളെ നിരത്തി തന്നിരിക്കുകയാണ്. എങ്ങനെ ജീവിക്കണം, എങ്ങനെ തീരുമാനിക്കണം, എന്തൊക്കെ ത്യജിക്കണം, എങ്ങനെയൊക്കെ നേടിയെടുക്കണം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു രാമായണം. ആ രാമായണത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാമായണത്തിൻ്റെ കഥകളുടെ അംശങ്ങളിലേക്കോ അല്ലെങ്കിൽ രാമായണ പാരായണത്തിലേക്കോ ഞാൻ കടക്കുന്നില്ല. കാരണം വ്യക്തമായിട്ട് താര ടീച്ചറിലൂടെ പാരായണം ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും പാരായണം ചെയ്ത് ശ്രവിക്കുന്നുണ്ടാവും. ഞാനൊരു രാമായണത്തിലൂടെ യാത്ര നടത്താൻ ആഗ്രഹിക്കുകയാണ്. കുറച്ച് സമയം ആണ് ഉള്ളത്. ആ സമയത്തിലൂടെ ഒരു യാത്ര, ഈ രാമായണത്തിലൂടെ യാത്ര നടത്തുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്നത് ഒരാൾ പറയുന്നു മറ്റൊരാൾ കേൾക്കുന്നു എന്നുള്ള രീതിയിലല്ല. നമ്മൾ ഒരുമിച്ചൊരു യാത്രയാണ്. എപ്പോഴും നമ്മൾക്ക് ജ്ഞാനം പകർന്നു തരുന്നത് മഹാഗുരുവാണ്, അല്ലെങ്കിൽ സാക്ഷാൽ ദക്ഷിണാമൂർത്തി സ്വരൂപമാണ്. നമ്മളിൽ വാക്കായി പ്രവർത്തിക്കുന്നത് മാതംഗിയാണ്. അവർ രണ്ടാളും എല്ലാ അനുഗ്രഹങ്ങളും നൽകുമ്പോൾ നമ്മൾ ഒരുമിച്ചൊരു ജ്ഞാനത്തിലേക്കുള്ള യാത്രയാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരാൾ പറയുന്നു മറ്റൊരാൾ കേൾക്കുന്നു എന്നല്ല, നമ്മൾ ഒരുമിച്ചൊരു ജ്ഞാനത്തെ പങ്കുവെക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത്. ഇപ്പോൾ ഈ പ്രഭാഷണം എന്ന വലിയ വാക്കാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതിനൊക്കെ പ്രാപ്തയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ രാമായണം, ഞാൻ അറിഞ്ഞ രാമായണത്തെയാണ് പറയുന്നത്. എൻ്റെ ഈ ജീവിതത്തിൽ 21 വർഷമായിപ്പോൾ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള യാത്രകളും ക്ഷേത്രങ്ങളിലേക്കുള്ള സഞ്ചാരങ്ങളും മാത്രമായിട്ടുള്ളത് 21 വർഷമായി. ഈ 21 വർഷത്തെ അനുഭവമാണ്. ഓരോരുത്തരും ജീവിതത്തിൽ ഓരോന്ന് പഠിക്കുന്നത് പലതരത്തിൽ. ചിലരത് ചില പാഠ്യപദ്ധതികളിൽ ഉൾപ്പെട്ട് പഠിക്കുന്നു, അല്ലേ? ചിലരത് അനുഭവങ്ങളിലൂടെ അറിയുന്നു. അതിൽ അനുഭവങ്ങളിലൂടെ അറിയുന്ന ആൾക്കാരുടെ പട്ടികയിലാണ് ഞാനുള്ളത്. അപ്പം ഞാൻ എങ്ങനെയാണ് രാമായണത്തെ അറിഞ്ഞത് എന്നാണ് ഇവിടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്.